അടുത്തതായിട്ട് എലമെന്റ്സ് ഓഫ് സിനിമ, മലയാള സിനിമയിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ ലോഞ്ചാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിൻ്റെ നമുക്ക് പ്രൊഫൈൽ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എലമെന്റ്സ് ഓഫ് സിനിമ. മലയാള സിനിമയുടെ ശോഭന ഭാവിക്കായി പ്രതിഭാധനരായ സാങ്കേതിക വിദഗ്ധരെയും അഭിനേതാക്കളെയും വാർത്തെടുക്കുന്നതിലേക്കായി ശ്രീരാജ് AKDയുടെ നേതൃത്വത്തിൽ ജി മാർത്താണ്ഡൻ, അജയ് വാസുദേവ്, ഡിക്സൺ പൊടുദാസ് എന്നിവർ ചേർന്ന് നയിക്കുന്ന എലിമെന്റ്സ് ഓഫ് സിനിമ എന്ന ഫിലിം അക്കാദമി മലയാള സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെക്കുന്നു. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരക്കാൻ, അന്ന പ്രസാദ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന എലിമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ സംരംഭമാണ് ഈ ചിത്രം. നിരവധി സിനിമകളുടെ നിർമ്മാണ പങ്കാളികളായിട്ടുണ്ടെങ്കിലും ആദ്യമായി സ്വതന്ത്ര സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്ന എലിമെന്റ്സ് ഓഫ് സിനിമ മലയാള സിനിമാ രംഗത്ത് പ്രഗത്ഭരായ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആദ്യ സിനിമാ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് എലിമെന്റ്സ് ഓഫ് സിനിമയുടെ എല്ലാ അണിയറ ശില്പികളെയും സ്നേഹസ്വാഗതം ചെയ്യുന്നു. സിനിമയുടെ സാരഥികളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I would like the honors in calling upon one by one Mr. Sriraj AKD. Mr. Sriraj, മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ, he's also an actor. ശ്രീ അജയ് വാസുദേവ്, മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ശ്രീ ജി മാർത്താണ്ഡൻ, പ്രിയ പ്രൊഡക്ഷൻ കൺട്രോളർ the one and only ശ്രീ ഡിക്സൺ പൊടുദാസ്, and an actor also, a producer Najmuddin. ഇത് ഇവരുടെ ആദ്യത്തെ സിനിമയാണ്. ഇവരൊരുമിച്ച് പല സിനിമകളുടെ ഭാഗങ്ങളായിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ആദ്യമായിട്ടാണ്. നമുക്ക് നമസ്കാരം, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഞാൻ ചെറുപ്പകാലം തൊട്ട് സിനിമ കണ്ടു വളർന്നപ്പോൾ കണ്ടത് സെഞ്ചുറി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മൂവീസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പം അങ്ങനെ ഒരു കമ്പനിയെ നമ്മളിവിടെ പാർട്ടായി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അധികം സംസാരിക്കാൻ അറിയാത്ത ഒരാളായിട്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. നമസ്കാരം, നജ്മുദ്ദീൻ. എലമെന്റ്സ് ഓഫ് സിനിമയുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു 2 വർഷമായി. വളരെ സന്തോഷമുണ്ട് ആദ്യത്തെ മൂവിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. എല്ലാവരും സിനിമ ഇറങ്ങുമ്പോൾ കാണണം. താങ്ക് യു. അജയ് ഞാൻ ഈ വേദിയിലേക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിലെ എന്താ പറയുക 80കളിലും 90കളിലും ഇപ്പോഴൊക്കെ സജീവമായി നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ ബാനറായ സെഞ്ചുറി പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ത്രൂ ദ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. I would like to call upon the one and only Sri Century Kochumoon to kindly come on and join this launch. കൊച്ചുമോൻ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പടത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങളുടെ സെഞ്ചുറിക്ക് അവസരം തന്ന ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് നന്ദി പറയുന്നു. ഇത് ഒരു കൊമേഴ്സ്യൽ സക്സസ് ഈ പടത്തിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, മലയാളത്തിലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബാനറുള്ള ഇപ്പോൾ അദ്ദേഹം തിയേറ്ററിൻ്റെ ഉടമ കൂടിയാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ലിസിൻ സ്റ്റീഫനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഗംഭീര കൈയടി ഫോർ ശ്രീ ലിസിൻ സ്റ്റീഫൻ. വളരെയധികം സന്തോഷം ഈ പരിപാടി
പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. കാരണം എലമെൻറ്റ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത് സിനിമ കൂടുതൽ പഠിക്കാനായിട്ട് പുതിയ പുതിയ സ്റ്റുഡൻസിനെയൊക്കെ എടുക്കുകയും ഒരുപാട് പ്രതിഭകൾ അതിൽ കൂടി വരികയും ചെയ്യേണ്ടതാണ്. അപ്പം എനിക്കും അവരുടെ ഒപ്പം ഞാനും ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങിലുള്ളതാണ്. അതായത് എനിക്കും സിഫ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ എന്നെ തന്നെ ഇതിലേക്ക് വിളിച്ച് ഞാൻ അവരുടെ പരിപാടി മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം അപ്പോൾ ഞാൻ ഈ പറയുന്നതായിരിക്കണം ഇവർ ഇനി മുതൽ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞങ്ങളെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്. ഞങ്ങൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ളതാണ്. എങ്ങനെ വന്നു കഴിഞ്ഞാലും മലയാള സിനിമയിലേക്ക് ഒരുപാട് പുതിയ പുതിയ പ്രതിഭകൾ വരട്ടെ. അവർ നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമ ഇതൊരു വലിയ വിജയമായി മാറട്ടെ. എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ലോഗോയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പ്രൊഡക്ഷൻ്റെ ലോഗോ ഡിസൈൻ കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. എലമെൻറ്റ്സ് ഓഫ് സിനിമ. ലിസ്റ്റിന് അത് ലോഞ്ച് ചെയ്യാൻ താങ്ക് യു. എല്ലാവരും ജസ്റ്റ് സ്റ്റേജിൽ നിൽക്കാൻ പറയണം. ടൈറ്റിൽ ലോഞ്ചിലേക്ക് പോകണം. അപ്പോൾ അതിൽ എല്ലാവരും കൂടെ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് ക്ഷണിക്കാനുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്കാണ്. ഈ സിനിമയുടെ പേര് എന്താണെന്നുള്ളത് ഇവിടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. എലമെൻറ്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ സിനിമ. അതിലേക്കായിട്ട് ഈ സിനിമയിലൂടെ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലൂടെ പുതിയൊരു സംവിധായകൻ മലയാള സിനിമയിലേക്ക് വരുന്നു. അദ്ദേഹം ടെലിവിഷൻ രംഗത്തും നിരവധി സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ സ്കിറ്റും അല്ലെങ്കിൽ അതുമായിട്ടുള്ള തിരക്കഥയുടെ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റിലുള്ള സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഹാർഡ് വർക്കിംഗ് ഗൈ. ഒരു ഗംഭീര കൈയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധായക മികവ് കാണിക്കാനുള്ള ഫസ്റ്റ് സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Put your hands together to welcome Sri Satish Tanvi, who is very first debut as a director. ഇനി ഈ സിനിമയിലെ നായകനെ നിങ്ങളുടെ മുന്നിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ചെറു ചെറു ക്യാരക്ടറിൽ തുടങ്ങി പിന്നെ മലയാള സിനിമയിലെ ഒരു ഭാഗമായി മാറി സംവിധായകനായി, ഇഫ് ഐ എം കറക്റ്റ്, ഓഗസ്റ്റോ സെപ്റ്റംബറോ 4-ാം തീയതി ഇറങ്ങാൻ പോകുന്ന ഫഹദ് ഫാസിലിൻ്റെ പടത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. പ്രേമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗംഭീര ഹിറ്റായ മന്ദാകിനിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഗതം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, put your hands together to welcome the extremely talented actor, director Altaf Salim. ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ നമ്മൾ വീണ്ടും മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. അൽത്താഫിൻ്റെ കൂടെ അൽത്താഫിൻ്റെ നായികയായിട്ട് ഈ സിനിമയിലേക്ക് പുതുതലമുറയിൽ നിന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ട് വന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അനാർക്കലി മറിക്കാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എക്സ്ട്രീംലി ചാർമിംഗ് അനാർക്കലി മറിക്കാർ. കാലഘട്ടം മാറുന്നതോടും മലയാള സിനിമയിലേക്ക് പുതുതാരങ്ങൾ വരികയാണ്. പല പല ക്യാരക്ടേഴ്സിൽ നിങ്ങളുടെയൊക്കെ സ്വന്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് വാഴ എന്ന സിനിമയിൽ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിംഗ് ഒക്കെ പറയേണ്ടതാണ്. ഗംഭീര കൈയ്യരോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ദ എക്സ്ട്രീംലി ടാലന്റഡ് ജോമോൻ ജോർദർ. ഗംഭീര കൈയ്യടി ഫോർ ജോമോൻ. ഡാൻസിങ്ങിലൂടെ മുന്നോട്ട് വന്ന് ഇപ്പോൾ സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതുതാരത്തെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു വെൽക്കം ദ എക്സ്ട്രീംലി ടാലന്റഡ് അന്ന പ്രസാദ്. ഒരു നല്ല കൈയടി ഫ്രം കൊച്ചി ഫോർ അന്ന പ്രസാദ്. അങ്കമാലി ഡയറേഴ്സിലാണെങ്കിലും നിരവധി പോലീസ് കഥാപാത്രങ്ങളാണെങ്കിലും മന്ദാകിനിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമായി മാറിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ പ്രിയ കലാകാരൻ ശ്രീ വിനീത് തട്ടിലിനെ ഗംഭീര കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹം ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോകുന്ന സിനിമ തലൈവർ രജനി സാറുടെ ജയിലർ 2-ലാണ്.
ഇത്രയും പേരെത്തി, ഇനി ഒരാളെ വിളിക്കാൻ നമുക്ക് ലോഞ്ച് ചെയ്യാനേ പറ്റില്ല. ഉണ്ണിയേട്ടാ വാ. A round of applause to K4, ladies and gentlemen. ഉണ്ണിയേട്ടൻ. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. നമ്മുടെ ഈ സിനിമയുടെ എഴുത്തുകാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I would like to call upon one by one. ഷിഹാബ് കരുനാഗപ്പള്ളി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അവരുടെയും സർജി വിജയൻ, ദ DOP നിഖിൽ എസ് പ്രവീൺ. DOP ഇവിടെ ഉണ്ടായിരുന്നു. യെസ്, നിഖിൽ എസ് പ്രവീൺ. മ്യൂസിക് ഡയറക്ടർ ജയ് സ്റ്റെല്ല. ജയസ്റ്റെല്ലാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പച്ച പരിഷ്കാരികളുടെയൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. നിഖിൽ ഇസ് എൻ അവാർഡ് വിന്നിംഗ് DOP വി ഹാവ് വിത്ത് ദിസ് മൂവി. നിങ്ങൾ OTT-യിലൊക്കെ വന്നിട്ടുള്ള ഹിറ്റായിട്ടുള്ള സീരീസിൻ്റെയൊക്കെ DOP ആണ് അദ്ദേഹം. അപ്പോൾ എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യത്തെ സിനിമയുടെ മൂവി ടൈറ്റിൽ ലോഞ്ചാണ്. ഇതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരാളും കൂടെ നമ്മളോട് ജോയിൻ ചെയ്യാണ്ട് ഒരു ബെഞ്ച്. അതിന് മുന്നായിട്ട് നമുക്ക് അൽത്താഫ് രണ്ട് വാക്ക് അൽത്താഫിൽ നിന്ന് തന്നെ കേൾക്കാം. ഹായ്, നമസ്കാരം. എനിക്ക് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും അറിയില്ല. അഭിനയിക്കാൻ അറിയാം, ഈ പടം ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള പോയിൻ്റൊക്കെ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവൻ പറഞ്ഞോളും. ഈ സിനിമ സതീഷ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യ കേൾവിൽ തന്നെ ഭയങ്കര ഇഷ്ടമായൊരു സിനിമയാണ്. അത് എടുത്ത് വന്നപ്പോഴും വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ഇത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും കാണാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ കുറച്ച് ചിരിക്കാനുണ്ട്. അപ്പോൾ ചിരിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും തിയേറ്ററിലോട്ട് വരിക, കാണുക. താങ്ക് യു. ജോമോൻ എന്തൊക്കെയോ അൽത്താഫിനോട് വേണ്ടി സംസാരിക്കാനുണ്ടെന്നാണ് ജോമോൻ. സത്യം എനിക്കും സംസാരിക്കാൻ അറിയില്ല. നേരത്തെ കുട്ടി ഡയലോഗ് എന്തായാലും പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള പടമാണ്. എല്ലാവരും പടം ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ജോമോൻ ബാക്ക് ടു ബാക്ക് ആയിട്ട് ശരിക്കും സിനിമകളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഹിറ്റ് സിനിമയുടെ ഭാഗമാണ്. നിങ്ങളുടെ ഈ ഒരു കോംബോ, പല കോംബോയിലും ജോമോൻ വർക്കാണ്. എങ്ങനെയുണ്ട് അൽത്താഫും നിങ്ങൾ തമ്മിലുള്ള കോംബോസ് ഈ സിനിമയിൽ? നമ്മളതിൽ ജീവിക്കില്ലേ കാച്ചത് അടിപൊളിയല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ അതുകൊണ്ട് നേരത്തെ ഇക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്തൊരു പരിപാടി എഴുതുമ്പം നമ്മൾ രണ്ടുപേരും കോംബോ ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യണമെന്ന്. അടിപൊളി. അപ്പോൾ അടുത്ത അൽത്താഫ് സംവിധാനം ചെയ്ത സിനിമകളുടെയും ഭാഗമാകാൻ പ്ലാനുണ്ടോ? ഉറപ്പായും. അൽത്താഫ് എന്തെങ്കിലും പറയുന്നു? നമുക്ക് അനാർക്കലി കൂടെ വേദിയിലേക്ക് ശരി. ഒരു ഗംഭീര ഗൈഡ് ഫോർ ജോമോൻ, ഗംഭീര ഗൈഡ് ഫോർ ജോമോൻ അനാർക്കലി. ഇതൊരു പറയുമ്പം ഒരു കാര്യം കൂടെ പ്രത്യേകം ഉള്ളത്, നിങ്ങളൊരു ഹിറ്റ് കോംബോ കൂടെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. എനിക്കൊന്ന് മന്ദാകിന് ശേഷം കുറച്ച് ടൈമിന് ശേഷം വരുന്നതാണ്. അപ്പോൾ അതിൽ ഓഡിയൻസിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ പടം എടുക്കാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് അൽത്താഫ് ഉണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത് ഉറപ്പായിട്ടും ആദ്യം തന്നെ സതീഷ് ചേട്ടൻ എന്നോട് കഥ പറയാൻ വന്നപ്പോൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ആദ്യത്തെ കേട്ടിൽ തന്നെ ഞാൻ കുറേ ചിരിച്ചു. ഐ വാസ് ഷുവർ ഞാൻ ഈ പടം ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയായിരുന്നു സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ മന്ദാകിനിയിൽ നിന്ന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത്. ഞങ്ങളുടെ ഈ കോംബോ വർക്കായി എന്ന് എനിക്ക് പലയിടത്തുനിന്നും അറിയാൻ സാധിച്ചിരുന്നു. ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ മൂഡിലുള്ളൊരു പടമാണ് ഇതും. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പടം തന്നെയാണ്. വളരെ കുറേ തമാശയുള്ള രസമുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ അൽത്താഫിനോട് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. ജോമോനോട് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് നിങ്ങൾ കോമ്പറ്റീഷൻ സീരീസിലുണ്ടായിരുന്നില്ല? ജോമോൻ്റെ കുറച്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു.
നല്ല ഭയങ്കര എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ, എന്താ എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ജോമോൻ്റെ. ഇറ്റ് ഇസ് വെരി നൈസ് വർക്കിംഗ് വിത്തും. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ യൂഷ്വലി ഇരിക്കും ഭയങ്കര ടെൻഷനുള്ള ആളാണ്. പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു, ഭയങ്കര കൂളായിരുന്നു. കാര്യം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, എല്ലാവരുമായിട്ട് നമുക്ക് സിങ്ക് ആവാൻ പറ്റും. ക്രൂവിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ അതേ വേവ് ലെങ്ത് ആണ്. സോ എവറിത്തിങ് വെൻറ്റ് വെൽ. അദ്ദേഹമായിട്ട് ഉണ്ണിയേട്ടായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോമ്പോ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, അൽത്താഫിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉണ്ണിയേട്ടൻ സച്ച് എ ചാം. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. ഉണ്ണിയേട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നിന്ന്, ഉണ്ണിയേട്ടൻ ജോമോനും അൽത്താഫും ജസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് നിന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന്. അൽത്താഫ, നിങ്ങൾ തമ്മിൽ കോമ്പോ ഉണ്ടായിരുന്നില്ല? എങ്ങനെ ഉണ്ടായിരുന്നു ലാംഗ്വേജിൽ? ഇല്ല, കോമ്പോ എന്ന് വെച്ചാൽ ചെറിയൊരു സീനായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ നേരത്തെ അനാർക്കലി പറഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ പുള്ളി എന്ത് കൊടുത്താലും പുള്ളിക്ക് അങ്ങനെ വലിയൊരു സംശയമൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ജോമോനായിരിക്കും കുറച്ചുകൂടി. ജോമനോട് പറയാം, എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് പോകാം. കിളി നമ്മൾ വിചാരിച്ചേക്കാളും ഭയങ്കര പാവമാണ് പുള്ളി. ഒരു 10 മില്യൺ ഫോളോവർ ഉള്ള ഒരാൾ വരുന്ന എല്ലാ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, അത് കൊളാബ് ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മളെ പടത്തിന് വിളിച്ചുകൊണ്ട് വന്നതാ. ഇനി ക്രൂവിലുള്ള ആരും പുള്ളിയായിട്ട് ഫോട്ടോ ഇട്ട് കൊളാബ് ചെയ്യാൻ ബാക്കിയില്ല. അത്ര പാവമാണ് പുള്ളി അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ? See, of the three, he's asking whom you like the most. ജോമോൻ. ഓക്കെ, നമ്മൾ ഈ സിനിമയുടെ എഡിറ്ററായ ശ്രീ റിയാസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ സുരേഷ് ഭായെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആർട്ടിലെ ശ്രീ മധു, കോസ്റ്റ്യൂംസിലെ ഡോണ, മേക്കപ്പ് സിബി, എല്ലാ മെയിൻ ടെക്നീഷ്യൻസിനെ വിളിച്ചു എന്ന് കരുതുകയാണ്. ഇഫ് ഐ മിസ് someone, please kindly come forward. It's a request. ഇനി ഈ ടൈറ്റിലിൽ ജോയിൻ ചെയ്യാനായിട്ട് മലയാള സിനിമയുടെ ഒരു പ്രിയ സംവിധായകൻ, ഇന്ത്യൻ സിനിമയുടെ തന്നെ നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്തൊരു സംവിധായകൻ എന്ന് നിസ്സംശയം പറയാം. മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയിലേക്ക് ഒരു ടേക്ക് ഓഫ് നൽകിയ മലയാളത്തിൻ്റെ പ്രിയ ശ്രീ മഹേഷ് നാരായണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. റൗണ്ട് ഓഫ് അപ്ലോസ് മഹേഷ് നാരായൺ ടു ജോയിൻ. നമ്മൾ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്ക് പോവുകയാണ്. വിൽ ഹാവ് ദ ടൈറ്റിൽ ബി ഡിസ്പ്ലേഡ് നൗ. എല്ലാവരും ഒന്ന് സൈഡിലേക്ക് സ്ക്രീനിൽ. ശ്രീ മഹേഷ് നാരായണനും ലിസ്റ്റിൻ സ്റ്റീഫനും കൂടെ ചേർന്ന് എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ മലയാള ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചാണ്. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ സിനിമ മൂവി ടൈറ്റിൽ ലോഞ്ച്. Here we go. എലമെന്റ്സ് ഓഫ് സിനിമ പ്രസൻസ് ഇന്നസെന്റ് എന്നാണ് മലയാളത്തിലെ നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച, നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ പ്രിയ താരം, അദ്ദേഹത്തെ പോലും ഓർമ്മപ്പെടുത്തുന്ന ഒരു ടൈറ്റിൽ ഇന്നസെന്റ്. ഒരു ഗംഭീര കൈയടി. ആദ്യ മലയാള ചിത്രം എലമെന്റ്സ് ഓഫ് സിനിമയിൽ നിന്ന് സംവിധായകൻ സതീഷ് തൻവി, പ്രൊഡ്യൂസർ എം ശ്രീരാജ് AKD ആൻഡ് ഫ്രോം എലമെന്റ്സ് ഓഫ് സിനിമ. നമസ്കാരം. ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സിനിമയാണ്. അതിനകത്ത് ശ്രീരാജിനെ പ്രത്യേകം പറയണം, കാരണം ഒരുപാട് കാലത്ത് ബന്ധമുണ്ട് ഞങ്ങളെല്ലാവരും.
ആൻഡ് അജയ് ഡെഫിനറ്റ്ലി അജയുടെ സിനിമാ ജീവിതത്തിലെ തുടക്കം മുതൽ എനിക്ക് അത് ഡയറക്ടർ ആവുന്ന തൊട്ട് എനിക്കറിയാവുന്നതാണ്. ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. ദിക്സേട്ടനുണ്ട്, മാർത്താണ്ണനുണ്ട്. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എലിമെൻസ് ഓഫ് സിനിമ. സോ എലിമെൻസ് ഓഫ് സിനിമയിൽ ലൂടെ നടത്തിയ അവരുടെ ഒരു തുടക്കത്തിന് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലേക്ക് അവർ കൊടുക്കുന്ന ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള ലെവലിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അവർ നിർമ്മിക്കട്ടെ, ഒരുപാട് സക്സസ്ഫുള്ളാകട്ടെ. ആൻഡ് ഫോർ ഓൾ ദി ആക്ടേഴ്സ്, അൽത്താഫ് ഇവിടെ ഉണ്ട് ആൻഡ് അനാർക്കലി ഉണ്ട്. സോ എവരിബഡി ഹിയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാഷേട്ടാ, നമ്മളെല്ലാവരും മാഷേട്ട അടുത്തൊരു പടത്തിലേക്ക് വേണ്ടി ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്നസെൻ്റ് ടൈറ്റിൽ കണ്ടിട്ട് ലിസൺസിക്കുന്ന 2 വാക്ക് ടൈറ്റിൽ വെച്ചിട്ട്. കാരണം എനിക്കൊന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കണം, ലിസൺസിൻ്റെ മൈക്ക് കൊടുക്കാം വരും. ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഓഫ് കോഴ്സ് ടൈറ്റിൽ വളരെ നന്നായിട്ടുണ്ട്, അട്രാക്ട് ചെയ്യാൻ. ഈ സിനിമയുടെ സംവിധായകൻ ശ്രീ സതീഷ് തൻവിയിൽ നിന്ന് നമുക്ക് 2 വാക്ക് തീർച്ചയായിട്ടും കേൾക്കണം. കാര്യം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് 43 ദിവസം ചാർട്ട് ചെയ്തൊരു സിനിമ 30ഓളം ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തൊരു സംവിധായകൻ എന്നാണ് ഞാൻ കേട്ടത്. നമസ്കാരം. നിൽക്കുമ്പോൾ സന്തോഷം, അഭിമാനം. പിന്നെ എലിമെൻസ് ഓഫ് സിനിമ ഒരു സിനിമ, മലയാള സിനിമയുടെ ഒരു പറ്റം സംവിധായകരുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ നിന്നാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം, മറിമായം എന്ന് പറയുന്ന ടെലിവിഷൻ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഷിഹാബ് കരുനാഗപ്പള്ളി. ഷിഹാബ് ഖാൻ. അതോടൊപ്പം സർജി ടെലിവിഷൻ ഷോകളിലൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. സിനിമ അതേ നിങ്ങൾ കണ്ടു ചിരിച്ച ഒരുപാട് ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും സിനിമ വരാൻ പോകുന്നത്. പിന്നെ എന്നോടൊപ്പം നിന്ന പ്രൊഡ്യൂസേഴ്സ് ശ്രീരാജ്, ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീരാജിന് വളരെ താങ്ക്സ്. അജയേട്ടൻ, ഡിക്സൺ ചേട്ടൻ, മാർത്താണ്ഡ ചേട്ടൻ, അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം എടുത്തു പറയുന്നത് അൽത്താഫ് നായകൻ എന്ന് പറയുന്ന ആൾ. അൽത്താഫിനോടൊപ്പം നായകന്മാർ 2 പേരാണ്, അൽത്താഫും ജോമോനും. ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ചിരിപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോകും, ഒരു ലാഗടിപ്പിക്കാതെ നിങ്ങളെ കൊണ്ടുപോകുന്ന 2 പേരായിരിക്കും. ഇപ്പോൾ അനാർക്കലി, അന്നാപ്രസാദ്, അസീസിക്ക, നോബി, നീരജ് ചേച്ചി, അങ്ങനെ തുടങ്ങി ഒരു പറ്റം മലയാള സിനിമയിലെ ഒരു നായികമാരായിട്ട് അനുഭവിച്ച കുറേ ആൾക്കാരുണ്ട്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇതിനകത്തുണ്ട്. അതിൽ ഫസ്റ്റ് കിളിപ്പോൾ കുറേ സിനിമകൾക്ക് അദ്ദേഹത്തിന് അവസരങ്ങൾ വന്നതാണ്. അത് പല ലാംഗ്വേജിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഞങ്ങളൊരു 6 മാസം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തി ഞങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഒരു ഗംഭീര മലയാള പാട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ മലയാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിളി താങ്ക് യു. അപ്പം നമുക്ക് സിനിമ തിയേറ്ററിൽ കാണാം. താങ്ക് യു. അതോടൊപ്പം ഞാൻ കൊച്ചുമോൻ സാർ താങ്ക് യു സോ മച്ച്. ലിസ്റ്റൻ സാർ താങ്ക് യു. ഞാൻ ഈ സിനിമയുടെ DOPയെ വിളിക്കുകയാണ്, നിഖിൽ എസ് പ്രവീൺ. ഒരു ഗംഭീര കൈയടി ഫോർ ശ്രീ നിഖിൽ എസ് പ്രവീൺ. നിഖിൽ ആക്ച്വലി അവാർഡ് വിന്നിംഗ് ഒരു DOPയാണ്. അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലെ നാഗേന്ദ്രൻ ഹരിമോൻ്റെ ക്യാമറമാനാണ്. ഗംഭീര വിഷ്വൽസാണ് നിഖിലിൻ്റെ. അപ്പോൾ നിഖിലിന് തന്നെ ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു വേദിയിൽ എത്തി നിൽക്കാൻ പറ്റിയതിൽ ഏറെ സന്തോഷത്തിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളും വന്നു ചേരുന്നതാണ്. അതുപോലെ വന്നു ചേർന്ന ഒരു സിനിമയാണ് ഈ ഇന്നസെൻ്റ് എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഷൂട്ടിന് ഒരു 20 ദിവസം മുന്നെയാണ് സതീശേട്ടനെ ഞാൻ കാണുന്നത്. ഹോളിഡേയിൽ അദ്ദേഹത്തിനോട് സതീശനോട് കഥ പറഞ്ഞു. പെട്ടെന്നായിരുന്നു ഈ സിനിമയുടെ ഒരു തുടക്കവും. അതോടൊപ്പം തന്നെ ഒരു 10-20 ദിവസം കൊണ്ട് ഷൂട്ട് തുടങ്ങുകയും വളരെ ഗംഭീരമായിട്ട് സിനിമ പൂർത്തിയാക്കാനും സാധിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട്, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന്
ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. താങ്ക് യു നിഖിൽ. ഇനി ഒരു നല്ല കൈഡി ഫോർ ശ്രീ വിനീത് തട്ടിൽ. സന്തോഷം. എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് നമ്മുടെ അജയ് വാസുദേവ് സാറ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണ് മെയിൻ ആൾക്കാർ? പറഞ്ഞു നമ്മുടെ ആൾക്കാരാണ്, അൽത്താഫ് അനാർക്കലി. അപ്പോൾ കഥ പറയാനായിട്ട് ഡയറക്ടർ വിളിച്ചു. ഒരു കഥയും പറയണ്ട, ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചിരിക്കാനുള്ള ചിത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വർക്ക് ചെയ്തത് മന്ദാഗിരിയിലാണ് ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ അതിനും ഒരു മികച്ച ചിത്രമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്യാവശ്യം നല്ല ചിരിക്കാനുള്ള പടമാണ്. എല്ലാവരും ഹാപ്പി ആവട്ടെ. ഓക്കെ, താങ്ക് യു വിനീത. അന്ന, റൗണ്ട് ഓഫ് അപ്ലോസ് ടു അന്ന. ഒരു നല്ല കൈഡി ഫോർ അന്ന പ്ലീസ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവിയെ അൽത്താഫിക്ക, അനാർക്കലി, ജോമോൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് സിനിമ സതീഷേട്ടനോട് ചെയ്യാൻ പറ്റിയത്. എല്ലാവരും പോയി കാണണം. വളരെ നല്ലൊരു എന്താ പറയുക എൻ്റർടൈനിങ് മൂവി ആയിരിക്കും. സോ ഞാനും സംസാരിക്കാൻ കുറച്ച് മോശമാണ്. സോ താങ്ക് യു. എല്ലാവരും പോയി കാണും. താങ്ക് യു സോ മച്ച്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എക്സ്ട്രീംലി ടാലന്റഡ് ജെ സ്റ്റെല്ലാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സതീഷ് ഏട്ടനാണ് ഈ സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സിംഗിൾസ്, നിങ്ങൾ കേൾക്കുന്ന ഹിപ്പ് ഹോപ്പ് പാട്ടുകൾ, ഇതൊക്കെയാണ് കമ്പോസിങ്ങും പ്രൊഡക്ഷനും ചെയ്തിരുന്നത്. അപ്പോൾ സതീഷ് ഏട്ടൻ എന്നെ ഇങ്ങനത്തെ ഒരു ടാസ്ക് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ശരിക്കും പറയുന്നതാണോ? സതീഷ് ഏട്ടൻ പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറയുമായിരുന്നു, കോൺടാക്ട് നമ്പർ തരുമോ? ഞാൻ സാധാരണ നമ്പർ കൊടുക്കാറില്ല, എന്തോ സതീഷ് ഏട്ടന് കൊടുത്തു. അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സിനിമയുടെ കാര്യമാണ്, കൊച്ചിയിൽ പെട്ടെന്ന് വരണം. അങ്ങനെ അടുത്ത ആഴ്ച ഞാൻ സതീഷ് ഏട്ടനെ കണ്ടു. സതീഷ് ഏട്ടൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ഇത് ശരിക്കുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ എലമെൻറ്റ്സ് ഓഫ് സിനിമയുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലും സതീഷ് ഏട്ടന് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് പാട്ട് ചെയ്യാൻ പറഞ്ഞതിലും വളരെ സന്തോഷം. അതോടൊപ്പം ആദ്യമായിട്ട് ഒരാൾ പാട്ട് എപ്പോഴും ചെയ്യാൻ വരുമ്പോഴേക്കും ഇത്രയും നമ്പർ ഓഫ് സോങ്സ് കിട്ടാറില്ല. ഈ പടത്തിനകത്താണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട്, പല രീതിയിലുള്ള പാട്ടുകളുണ്ട്. നമ്മൾ കിളിപോളിൻ്റെ കൂടെ വരെ ഒരു സോങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, പുള്ളി മലയാളം പാടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പാട്ടുകൾ ഇറങ്ങുമ്പോഴായിരിക്കും പറയുക. അപ്പോൾ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എൻ്റെയും ആദ്യത്തെ പടമാണ്, സതീഷേട്ടൻ്റെ ആദ്യത്തെ പടമാണ്. സോ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയ്. ഞാൻ ബാദുക്ക എടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട്. മലയാള സിനിമയിലെ പ്രിയ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡ്യൂസർ, ആക്ടർ ബാദുക്ക. രാജേഷിന് വേണ്ട ഉണ്ണി തിരുവനന്തപുരത്ത് നാളെ എത്തണ്ട, അവിടെ കമലാസം വന്നതല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ലിസ്റ്റിൻ പറഞ്ഞ പോലെ ഒരുപാട് ഇന്നസെൻറ്റുകൾ ചേർന്നെടുത്ത ഒരു ഇന്നസെൻ്റ് ചിത്രം. എല്ലാ ഡയറക്ടർ സതീഷാണെങ്കിലും നിർമ്മാതാക്കൾ ശ്രീരാജും വിക്സേട്ടനും മാർത്താട്ടനും അജയൊക്കെ ആണെങ്കിലും ഒരുപാട് പഴയകാല സുഹൃത്തുക്കളാണ്. അതിനകത്തോട്ട് ഏറ്റവും ഇന്നസെൻ്റായ കൊച്ചുമോഞ്ചേട്ടൻ തന്നെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബാദുക്ക. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ നജുമുദ്ദീൻ്റെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കണം. അദ്ദേഹത്തിൻ്റെയും ഈ സിനിമയിലെ നമസ്കാരം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനും ശ്രീരാജും കൂടി തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എനിക്കും അതുപോലെ തന്നെ ശ്രീരാജേട്ടൻ്റെ ഭാര്യയ്ക്കും തോന്നിയത് അൽത്താഫ്ക അത് ചെയ്യുന്ന പോലെ ഒരു ഇമാജിനേഷനാണ് തോന്നിയത്. വളരെ മനോഹരമായ രീതിയിലാണ് സതീഷേട്ടൻ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. പിന്നെ പെട്ടെന്നാണ് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഡേറ്റ് കിട്ടുന്നത്. വിത്തിൻ 1.5 മാസത്തിനകം ഷൂട്ടും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ തീർത്തു. ഇനിയിപ്പോൾ നിങ്ങളിലോട്ട് എത്തുകയാണ് ഓണത്തിന്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം, സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. താഴെ ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഒരു ഫോട്ടോയ്ക്ക് പോകാം. ജസ്റ്റ് ഇത്രയും നേരം നിർത്തണം. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ പ്രിയ സംവിധായകൻ ശ്രീ സലാം ബാബുവിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആശംസ പറയാനായിട്ട്.
എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ സിനിമയാണിത്. ശ്രീരാജ് ആണെങ്കിലും അജയ് വാസുദേവ് ആണെങ്കിലും മാർത്താണ്ഡനാണെങ്കിലും ഡിക്സൺ ചേട്ടനാണെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ സതീഷ് സംവിധാനം ചെയ്യുന്ന സിനിമ. പിന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ ഇന്നസെൻ്റ്, ഈ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. ആ കൗതുകം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ലുലുവിൻ്റെ പ്രിയ എൻ വി സ്വരാജിനെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട്. ഫ്രം ദ ടീം ദ റിക്വസ്റ്റഡ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് ഇന്നിവിടെ അവതരിപ്പിച്ച ഇന്നസെൻറ്റ്. അവരുടെ പുതിയ കമ്പനിക്കും ഈ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. താങ്ക് യു ശ്രീ സ്വരാജ്. ആവേശത്തിൽ നമ്മുടെ അമ്മയുണ്ട്. ഓൻ ഹാപ്പി അല്ലേ? നീരജാമ്മ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, രണ്ടു വാക്ക് സംസാരിക്കുകയാണ്. ഈ പടത്തിൽ നല്ല ഗംഭീരമായിട്ട് വേഷം ചെയ്തതാണ് സംവിധായകൻ പറഞ്ഞത്. നമ്മളിപ്പം പലപ്പോഴായിട്ട് എന്താ പറയുക, മീമായിട്ട് യൂസ് ചെയ്യുന്ന മോൻ ഹാപ്പി അല്ലേ, അമ്മ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനകത്ത് ജോമോൻ്റെ അമ്മയായിട്ടാണ് ചെയ്യണേ. ചെറിയൊരു വേഷമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എൻ്റെ ഭാഗം എന്തായാലും നല്ല കോമഡിയായിരുന്നു. എല്ലാവർക്കും അതിൻ്റെ മുഴുവനും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം കേട്ടോ. താങ്ക് യു നീരജാമ്മ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ശ്രീ ആദിനാഥ് ശശി സാറിനെ വേദിയിലേക്ക്. നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ സാന്നിധ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു നല്ല കയ്യടി ഫോർ എൻ എക്സ്ട്രീംലി ടാലന്റഡ് ആർട്ടിസ്റ്റ്. ബഹുമാന്യരെ, ഈ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സംവിധായകരും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായാലും എല്ലാവരുടെയും ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ക്രിമിനേഷൻ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ ആദ്യത്തെ പടത്തിന്, അതായത് ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകളും നേരുന്നു. എന്നെ ഇതിനകത്ത് ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. മറ്റൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് സതീശൻ ചെയ്ത ഈ സിനിമയിൽ ആദ്യമായി അദ്ദേഹത്തോടൊപ്പം ചേരുവാനും അൽത്താഫിനോടും ജോമോനോടും ഇതിനകത്ത് എൻ്റെ അനിയന്മാർ, എൻ്റെ മക്കളുടെ പ്രായമുള്ളവരോട് എനിക്ക് സഹകരിക്കാൻ ഒരു അവസരം ഉണ്ടായതിൽ അങ്ങേയറ്റം അഭിമാനവും സന്തോഷവും. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അടുത്തത് വേദിയിലൊരു ആദരിക്കലാണ്. കുറേ എന്താ പറയുക, ദൂരത്ത് നിന്ന് നമ്മോടൊപ്പം വന്ന് നമ്മുടെ സിനിമയുടെ ഭാഗമായി നമ്മളോടൊപ്പം കൂടി ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്കൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയേട്ടനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. റൗണ്ട് ഓഫ് അപ്ലോസ് വൺസ് അഗെയിൻ ടു കെലി പോൾ, ടു കൊച്ചി. ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ജോയിൻ പ്ലീസ്. അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ശ്രീ ശ്രീരാജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമയുടെ സംവിധായകൻ ശ്രീ സതീഷ് തൻവിയും അവരൊരുമിച്ച് ഈ വേദിയിൽ വെച്ചിട്ട് ഒരു പൊന്നാടായിട്ട് ഉണ്ണിയേട്ടനെ ആദരിക്കുന്നതാണ്. സതീഷ് താങ്ക് യു. അദ്ദേഹത്തിൻ്റെ അനശ്വര ജ്വല്ലറി, നമ്മുടെ സ്പോൺസറായ അനശ്വര ജ്വല്ലറിയുടെ
ശ്രീ അനുരാജിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I'd also like to call upon Prerna. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-49 വർഷമായിട്ട് ഞങ്ങൾക്ക് അടൂർ ജ്വല്ലറി ഉണ്ട്. എൻ്റെ അച്ഛനാണത്. അച്ഛനിപ്പം 72 വയസ്സുണ്ട്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമയ്ക്കകത്ത് അഭിനയിക്കുക എന്നുള്ളത്. അത് ഈ പടത്തിലൂടെയാണ് സാധിച്ചത്. അത് സതീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതിന് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കിളിക്ക് വല്ലതും മനസ്സിലായി? യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്? നത്തിങ്. ഓക്കെ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലർക്കും ഞങ്ങളെ അറിയാമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ജ്വല്ലറി ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. 49 വർഷമായിട്ട് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അടൂർ. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് കൊച്ചിക്ക് ജ്വല്ലറി ഉണ്ട്. അതുകൂടാതെ കൊല്ലത്തിലൊരു 3 മാസം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കാണാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും നന്ദി. അപ്പം ഞങ്ങളിപ്പം ഇവിടെ ഒരു പുതിയൊരു കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഋതു എന്നൊരു ബ്രാൻഡുണ്ട്. അത് ഡയമണ്ടിൻ്റെ ബ്രാൻഡാണ്. അത് ചക്രനുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഋതു ചക്ര എന്ന് പറഞ്ഞൊരു കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രാസ്, ക്രൗൺ ചക്ര മുതൽ റൂട്ട് ചക്ര വരെ ഉള്ളത്, അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം അതിനകത്ത് ഇപ്പം ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത് മണി മാഗ്നറ്റ് എന്നറിയപ്പെടുന്ന പൈറൈറ്റ് ആൻഡ് സിട്രിൻ എന്നൊരു കല്ലാണ്. അത് ഞങ്ങൾ കിളിക്ക് കൊടുക്കുകയാണ്. ഫസ്റ്റ് കിളി, യു നോ ഐ ഹാവ് ഓൾറെഡി ഗിവൺ എ ചക്ര, റൈറ്റ്? വിച്ച് വൺ? Yes, I cannot explain it. I don't remember the name, but yes, I remember the chicken. Okay, this is another one we are launching here. His name is Citric and Pyrite Chakra. Okay? Okay. Money magnet. Okay? Money will flow to you. Okay. ഇതിനൊരു വലിയ തെളിവ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഡയറക്ടറുടെ സതീഷ്, ഡയറക്ടർ സതീഷിൻ്റെ കയ്യിലോട്ട് എല്ലാവരും നോക്കിക്കോളൂ ഇട്ടിട്ടുണ്ട്. പുള്ളിക്ക് അതിനുശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം വളരെയധികം നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എവരിബഡി, ഞാൻ വളരെ സന്തോഷപൂർവ്വം അവിടെ ഇരിക്കുകയായിരുന്നു. എന്തായാലും പ്രതീക്ഷിക്കാതെ സ്റ്റേജിലേക്ക് വരേണ്ടി വന്നു മോൻ്റെ. പക്ഷേ മോനിവിടെ വന്ന് എൻ്റെ വയസ്സ് യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ആരോടും വയസ്സ് പറയത്തില്ല. ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ അങ്ങ് വയസ്സ് പറഞ്ഞു. കാരണം ഞാൻ കുറേ നിങ്ങളെക്കാളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളിലും 1970 അല്ല 70-ന് മുമ്പായാലും ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയോട് ഭയങ്കര ആവേശമുള്ള ഒരാളായിരുന്നു. എൻ്റെ 15-ാമത്തെ വയസ്സിൽ 1970 കാലഘട്ടത്തിൽ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ ചലച്ചിത്ര അവാർഡ് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ 15-ാമത്തെ വയസ്സിൽ വീട്ടുകാരും അറിയാതെ സത്യനെയും നസീറിനെ ഉൾപ്പെടെ എച്ചാസ് ഉൾപ്പെടെ അവരെല്ലാം കാണാൻ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് സത്യൻ്റെ അഡ്രസ്സ് കിട്ടി. സത്യന് ഞാൻ ലെറ്റർ എഴുതി. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് 1971 ജൂൺ 15-നാണ് അദ്ദേഹം മരിക്കുന്നത്. അതിന് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മറുപടി അദ്ദേഹം സ്വന്തം കൈയെഴുത്തിൽ എഴുതിയ അതിപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. പല ചാനലുകാരും പത്രക്കാരും ഒക്കെ അത് 25-ാമത് വർഷമോ 50-ാമത് വർഷമോ ഒക്കെ അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളിലും എനിക്കൊരു ആവേശമുണ്ടായി. സാധാരണഗതിയിൽ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ മോൻ 20 വയസ്സൊക്കെ ആയപ്പോഴേ അങ്ങ് ഒരു പഠിത്തം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു. അന്ന് ഞാൻ സീരിയലൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോഴും വല്ലപ്പോഴും സീരിയൽ എടുക്കുന്നുണ്ട്. നിനക്ക് അഭിനയിക്കാൻ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. എൻ്റെ എന്തായാലും ഒരു ജീൻസ് കാണുമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പലപ്പോഴും ആ ബിസിനസ് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് 3 ജ്വല്ലറി ഇടാനൊത്ത് 3 ബ്രാഞ്ച്. ഇപ്പോഴേ എൻ്റെ മോനോടും മരുമകളോടും ഞാൻ നിർബന്ധിക്കുക എന്തുവാ, എനിക്കിനി അഭിനയിക്കണം എന്ന് നോക്കുമ്പോൾ എൻ്റെ പഴയ ഫോട്ടോ നോക്കുമ്പോൾ എനിക്കെന്ത് വിഷമമാണ്, കണ്ണാടിയിൽ എനിക്കെന്ത് വിഷമമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മക്കളെ സിനിമ നടന്മാരാക്കാൻ നടക്കുമ്പോൾ എൻ്റെ മോനും മരുമകളും എന്നെ സിനിമ നടനാക്കാൻ നടക്കുകയാണ്. അത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ജഡ്ജിയുടെ. നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ആ സിനിമ പോയി കാണണം. അതൊരു വഞ്ചിയാക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ മറ്റൊരു സ്പോൺസറായ ഡെസ്റ്റിനേഷനിലെ ജീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് ഫെലിസിറ്റേറ്റ്
താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. കഴിഞ്ഞ 25 വർഷമായിട്ട് ആളുകളെ ലോകം കാണിക്കുക, അതാണ് എൻ്റെ പ്രൊഫഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലും കുറച്ച് രാജ്യങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കിളിയുടെ സ്വന്തം നാടായ ടാൻസാനിയയിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചൊരു കാര്യം അവിടുത്തെ ആളുകളുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും അവരുടെ മുഖത്ത് എപ്പോഴും കണ്ടുവരുന്ന സന്തോഷം കൂടിയിട്ടാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ കിളിപ്പോൾ. അവിടെ പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി പോലുമില്ല. എങ്കിലും ഇപ്പോൾ നമ്മുടെ കിളിപ്പോളിൻ്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ അദ്ദേഹം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ഈ ലോകത്തെ തന്നെ അത്യാവശ്യം കീഴടക്കിയ ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് സന്തോഷിക്കാനും ഉയർന്നു വരാനും ഒരുപാട് കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇനി ഇതിലേറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഒരു 2-3 ടൂർ ഗ്രൂപ്പായിട്ട് ഞാൻ പോകുന്നുണ്ട്. അദ്ദേഹവും ആ സമയത്ത് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാനൊരു മൊമെൻറ്റിനോട് ഒരുപാട് കാത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മാം. അതോടൊപ്പം തന്നെ കിളിപ്പോലിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പടം വരച്ച് 1-2 പേരെ ഞാൻ കണ്ടു. പെട്ടെന്ന് കൊടുത്തോളൂ. യെസ്, ദിസ് സ്മോൾ ഗിഫ്റ്റ് ഫോർ യു പ്ലീസ്. അവിടെ ഒരാൾ പടം വരച്ചില്ല. താങ്ക് യു. പെട്ടെന്ന് ഒരു പയ്യൻ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിന്ന് കണ്ട് വരച്ചാണ്. ഓക്കെ, picture with him. Thank you. And now we have a small surprise. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പെട്ടെന്ന് കൊടുത്തോളാം. സൂപ്പർ. ഒരു നല്ല കൈയ്യടി. ഇതെല്ലാം ലൈവായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്യുന്നതാണ്. Okay, thank you. And there is also a special gift for Kilipol. എന്താണ് കൊടുക്കണേ? Oh, it's a cute one. ഓക്കെ മോളെ, താങ്ക് യു. ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൂടിയുണ്ട്. അത് ഒരു അനുഗ്രഹീത കലാകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ എന്നാണ്. അദ്ദേഹം വളരെ ലൈവ്ലി ആയിട്ട് മാറി നിന്ന് പിക്ചേഴ്സ് ചെയ്യാറുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ട്. ലാലേട്ടൻ്റെയും അല്ലു അർജുൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് 7 to 20 ബില്യൺസിൽ പോയത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ തന്നെ പല വേദികൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുണ്ട്. ഒരു ഗംഭീര കൈയടി ഫോർ ശ്രീ. ശ്രീ ഈസ് ഗോണ പ്രസന്റ് എ സർപ്രൈസ് ടു കിളിപോൾ റൈറ്റ് നൗ. He will do live over here. Live ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ശ്രീ ഇത് പ്രസന്റ് ചെയ്യുക. ലാസ്റ്റ് ടൈം he did was with Allu Arjun. അതിന് മുന്നേ with മോഹൻലാൽ. ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു ലാസ്റ്റ് ടൈം. So this is a big surprise for you. Just see what is coming out from this. Okay? And you want to see, there are 2 people also there. ശ്രീ ഒരു കൗണ്ട് പറഞ്ഞാൽ മതി, റെഡിയാകുമ്പോൾ. ഓക്കെ, ദിസ് ഇസ് എ മൊമെന്റ് ഫോർ ദ ടീം ഇന്നസെന്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു സർപ്രൈസ്. അദ്ദേഹം അവിടെ ബാക്കിൽ നിന്ന് റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ശ്രീ റെഡി അല്ലേ? ഓക്കെ, on a count of 5, 4, 3, 2, 1. What is this? Wow, beautiful. Art love.
ആർട്ട് ലവറായിട്ടുള്ള ശ്രീയിൽ നിന്നുള്ള ഒരു സമ്മാനം. യെസ്, ഒരു ഗംഭീര കൈയടി ഫോർ ദിസ് വണ്ടർഫുൾ പീസ് ഓഫ് ആർട്ട് ഫ്രം ശ്രീ ടു കിളിപ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന്. You want to say something right now? Thank you, everybody. That's the most important thing. Thanks for the kindness, thanks for the love, thanks for everything. I didn't expect this, but it's beyond my imagination. I love you all. Thanks so much for the support. Now I request the main cast and crew ഒരിക്കൽ കൂടി വേദിയിലേക്ക്, അതോടൊപ്പം നമ്മുടെ ജസ്റ്റ് എല്ലാവരും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കണം. അദ്ദേഹം ഒരു സോങ് നമ്മുടെ എല്ലാവരുടെ ഒപ്പം തന്നെ ഇവിടെ പെർഫോം ചെയ്യും. Then we call it a night. Altaf Frame, Jomone, Anarkali, if they are there, would request to come to the stage. The director, the main technicians, ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഇവന്റ് വൈൻഡ് അപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ലാസ്റ്റ് ഒരു ചെറിയ സർപ്രൈസ് ഉള്ളത്, അത് ഞാൻ സതീഷിൻ്റെ അടുത്ത് തന്നെ മൈക്ക് കൊടുക്കും. സതീഷ് നമ്മുടെ കിളിപ്പോളുമായിട്ട് ചേർന്നിട്ട് ഒരു വൻ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതുചിത്രം, അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം കൂടെ ഞാൻ സതീഷിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. സതീഷ് വേണോ? എല്ലാവരും ലൈക്ക് ദ മെയിൻ ടെക്നീഷ്യൻസ് ഓഫ് ദ സിനിമ ഇന്നസെന്റ്. ആൻഡ് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിൻ്റെ ഒരു മൊമെൻറ്റ് നമ്മളിവിടെ കാണുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കിളിപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ട് ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, ഒരു കെനിയ ടൂറുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും റെഡിയല്ലേ? ഞാൻ മൈക്ക് ജയ്ക്ക് കൊടുക്കുകയാണ്. പച്ചപ്പരിഷ്കാരിയാണ് പാടാൻ പോകുന്നത്. എല്ലാവരും കൂടെ പാടണം. ലെറ്റ്സ് ഗോ.
നിങ്ങൾ ആരും വിചാരിക്കുന്ന ആളല്ല കിളിപോളിന്റെ ഡാൻസും പാട്ടും ഒക്കെ എല്ലാവരും കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. And now, Kilpol, I mean, one more thing which I would like you to share. Like, there's a new movie also you are planning with Sadish. You can say that. Yes, guys, after this project, after Innocent, there's gonna be one more project that is coming, and that is about Tanzania and India. So hopefully you guys are gonna watch that. But first of all, let's put our ears and eyes on the release of Innocent, and then after that we'll bring the new project. I'm depending on you guys. Hopefully you will support, and love you so much, guys. Keep supporting. Thanks a lot. We would love to thank our sponsors, Ridu Diamonds, Destination Holidays, Holiday Inn Hotel, Flywall, Anashwara Jewelers, Accolades Integrated, and Matinee Prime. Now we will join for a group picture. Innocent team, ഒരു group picture. നായകനോടെ അനാർക്കലി അന്ന ജോമോൻ അത് ഡയറക്ടറുടെ മകളാണ് കയ്യിലുള്ളത്. ക്യാമറമാൻ എല്ലാവരും ഉണ്ട്. ആൻഡ് കിളി കൂടെ വന്നിട്ട് വിൽ ജോയിൻ ഫോർ എ പിക്ചർ. യെസ്, യാ, എ പിക്ചർ വിത്ത് ദ ടീം Innocent. I request the producers and technicians കൂടെ വേദിയിൽ വന്നൊന്ന് ജോയിൻ ചെയ്യണം. ഈ ഒരു പിക്ചറിന് ഫുൾ ക്രൂ, നമ്മുടെ ഈ സിനിമയുടെ ക്രൂ ആയിട്ട് അവിടെ നിർജ്ജമുണ്ട്. ലൈക്ക് എവ്രി വൺ കണക്റ്റഡ് ടു ദ മൂവി, ദ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് ഫോർ എ പിക്ചർ. ഇനി നിങ്ങൾ ട്രെയിലറിനോ അല്ലെങ്കിൽ ഇതിൻ്റെ സക്സസ് സെലിബ്രേഷൻ ആയിരിക്കും കൂടാൻ പോകണം. അപ്പോൾ ഇതൊരു ടൈറ്റിൽ ലോഞ്ചിന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് ദ DOPs, അസോസിയേറ്റ്സ്, സുമിബായൊക്കെ ഇല്ല ഇവിടെ, അസോസിയേറ്റ്സ് ഓഫ് ദ മൂവി, പ്രൊഡക്ഷൻ, ആർട്ട്, makeup, costume, everyone behind the team Innocent. ഉണ്ടോ? എല്ലാവരും എത്തിയോ? എല്ലാവരും ഉണ്ടോ? അസോസിയേറ്റ്സ്, ADs, Innocent എന്നാണ് ചിത്രത്തിൻ്റെ പേര്. എലമെന്റ്സ് ഓഫ് സിനിമയിൽ നിന്ന് അനന്തു, സംഗീത, ഫുൾ ക്രൂവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയ, എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ? ഓക്കെ, റെഡി ഫോർ പിക്ചർ ഓഫ് Innocent എന്ന സിനിമ, എലമെന്റ്സ് ഓഫ് സിനിമ എന്ന ബാൻഡിൽ നിന്ന് അൽതാഫ് സലീം, ജോമോൻ, അനാർക്കലി മരക്കാർ, അശീഷ് നെടുമങ്ങാൾ, അന്ന പ്രസാദ്, ഉബൈദ് ഖലീപോൾ. താങ്ക് യു സോ മച്ച്. Innocent ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തും. എലമെന്റ്സ് ഓഫ് സിനിമയുടെ ആദ്യ സിനിമ, സതീഷ് താരയുടെ ആദ്യ സിനിമ, ഖലീപോളിന്റെ ആദ്യ സിനിമ. Thank you everyone. Thank you Kochi for an amazing crowd over here. എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. Thank you.